റൈറ്റ്, സുനിൽ ഐസക് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഈ റഡാർ എപ്പോഴെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? റഡാർ എത്തുന്നതോടുകൂടി എത്ര കണ്ട് പ്രതീക്ഷകൾക്ക് അത് ആക്കം കൂട്ടും? ഇപ്പോൾ എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് അവിടെ? സൈഫുദ്ദീൻ, കാണാതായ അർജുനെ തേടിയുള്ള തെരച്ചിൽ തുടർച്ചയായ 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കരയിലും പുഴയിലുമായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള റഡാർ സംവിധാനം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് സേന ഉപയോഗിക്കുന്ന റഡാറാണ് എത്തിച്ചിരിക്കുന്നത്. അതുപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 8 മീറ്റർ വരെ ആഴത്തിലുള്ള മെറ്റൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള റഡാറാണ് എത്തിച്ചിരിക്കുന്നതെന്നാണ് അല്പസമയം മുമ്പ് അതിൻ്റെ ടെക്നിക്കൽ ടീമുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതിപ്പോൾ 2 തരത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കരയിലും പുഴയിലുമായിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്. നോക്കൂ, നമ്മൾ ഈ നിൽക്കുന്നതാണ് ഗംഗാവലി പുഴ. ആ പുഴയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി ആ പുഴയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ കരയിൽ നിന്ന് കാണുമ്പോലെയല്ല, വലിയ ആഴമുള്ള, വലിയ ആഴവും പരപ്പുമുള്ള വീതിയുമുള്ള വലിയ പുഴയാണിത്. ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ 250 മീറ്ററോളം ഈ പുഴയ്ക്ക് നീളമുണ്ട്, വീതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതിന്റെ തൊട്ടു മുകളിൽ നോക്കൂ സൈഫു, അതിന്റെ മുകളിൽ ഒരു മൺകൂന നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ആ മൺകൂനയ്ക്ക് തൊട്ടു മുകൾ ഭാഗത്ത് കാണുന്ന അവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഈ ദുരന്തമുണ്ടായ സ്ഥലമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് തൊട്ടു താഴെ ഈ പുഴയിലേക്ക് മൺകൂന ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഏതാണ്ട് 20 അടിയിലധികം ആഴവും ഉള്ള ആ പുഴയിലേക്കാണ് മണ്ണിങ്ങനെ വന്ന് പതിച്ച്, അതായത് പുഴയുടെ മുകൾ ഭാഗം വരെ, മുകൾ പരപ്പ് വരെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ മൺകൂന ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രമേൽ വലിയ മണ്ണ് ഈ പുഴയിലേക്ക് വന്ന് വീണിട്ടുണ്ട് എന്നാണ് നമുക്കതിലൂടെ കൃത്യമായി മനസ്സിലാവുന്നത്. അവിടെ സ്കൂബ ടീമിന്റെ പരിശോധന നടക്കുന്നത് വലിയ ചെറിയതായി നമുക്ക് വളരെ ദൂരദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നാവികസേനയുടെ സ്കൂബ ടീം ആ മൺകൂനയ്ക്ക് ചുറ്റും പലതവണ വന്ന് പരിശോധന നടത്തി. റഡാർ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റഡാർ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്താൻ കഴിയില്ലെന്നാണ് ശാസ്ത്രീയമായി അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം ചെളി വെള്ളമാണ്, അതുകൊണ്ട് ആ വെള്ളത്തിൽ പരിശോധന നടത്തുക ചിലപ്പോൾ അസാധ്യമല്ല എന്ന് ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുഴയുടെ കരയോട് ചേർന്നിട്ടാണ് വലിയ തോതിൽ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണത്. ആ പുഴക്കരയിൽ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന പുഴക്കര കൂടി പരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതായത് നോക്കൂ, ആ ദൃശ്യങ്ങളിൽ ആ പച്ചപ്പ് കാണുന്ന പ്രദേശം, അതായത് ആ മൺതിട്ട ഇടിഞ്ഞു കിടക്കുന്നതിൻ്റെ നേരെ താഴെയായി ആ പച്ചപ്പിനപ്പുറത്താണ് ഈ റോഡിനും പുഴയ്ക്കും ഇടയിലായിക്കൊണ്ട് അത്തരത്തിൽ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗം കൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മുകൾ ഭാഗത്ത് റോഡിന്റെ എതിർഭാഗത്തും പരിശോധിക്കുന്നു, ഇടതുഭാഗത്തും വലതുഭാഗത്തും പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. പുഴയോട് ചേർന്നും മൺതിട്ടയോട് ചേർന്നും ആ 2 ഇടങ്ങളിലും പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഏതാണ്ട് 2 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് അവിടെ പരിശോധന നടത്തുന്നത്. അവിടെ റോഡിനോട് ചേർന്നുള്ള ബാക്കി ഭാഗത്തെ മണ്ണ് പരിശോധിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതുപോലെ ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തനത്തിൽ എത്തിയിരിക്കുന്ന ഒരു ടീമുണ്ട്. അത്തരം ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ് അവിടെ പരിശോധിക്കുന്നത്. അതിനോട് ചേർന്ന് പുഴക്കരയോട് ചേർന്ന് കിടക്കുന്ന മണ്ണ് പരിശോധിക്കുന്നത് സേനയാണ്. സേനയുടെ 60 അംഗ സംഘമാണ്. അവരവിടെ പരിശോധിക്കും. ഒപ്പം നാവികസേന ഇപ്പോൾ ഈ കാണുന്ന ഈ പുഴയിലെ മണ്ണും അതിന് ചുറ്റുമുള്ള പരിസരത്തും പരിശോധന നടത്തുന്നു. ഈ പുഴയുടെ വീതി നോക്കൂ, അത്രമേൽ വലിയ വീതിയുള്ള, അത്രമേൽ വലിയ ആഴമുള്ള വലിയ പുഴയാണ്. അതിങ്ങനെ ഇപ്പോഴും കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പുഴയാണ് ഇപ്പോൾ ഗംഗാവലി പുഴ. ആ പുഴയുടെ നമ്മൾ ഈ നിൽക്കുന്ന സുനിൽ 20 അടിയോളം ആഴം പുഴക്കുണ്ട് എന്ന് സുനിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ 20 അടിയോളം ഉയരത്തിലാണ് ആ മൺകൂന കാണുന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞു വന്ന് കൂടിക്കിടക്കുന്നത്. അതിനടിയിൽ ഒരു പക്ഷേ ലോറി ഉണ്ടോ, ആളുകളുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് സ്വാഭാവികമായും. അപ്പോൾ ആ മണ്ണ് മുഴുവൻ നീക്കുക എന്നുള്ളത് ശ്രമകരമാണ്. അത് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് അവിടെ നിൽക്കുമ്പോൾ സുനിലിന് മനസ്സിലാക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ കരയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മണ്ണുമാന്ത്രി എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കാം. ഇതിപ്പോൾ പുഴയിലാണ് മണ്ണുള്ളത്. അതെങ്ങനെ നീക്കി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ വിലയിരുത്തൽ. ശ്രമകരം എന്നതിനപ്പുറത്തേക്ക് അപ്രാപ്യം എന്ന് പറയുന്ന വാക്കായിരിക്കും ഉപയോഗിക്കുന്നതായിരിക്കും കുറെ കൂടി കൃത്യത ഉണ്ടാവുക. കാരണം ഈ പുഴയിൽ ഇത്രമേൽ ആഴവും അതുപോലെ അത്ര ശക്തിയിൽ കുതിച്ചു കുത്തി ഉയരുന്ന ഈ പുഴയിൽ
അത്രത്തെ 20 അടിക്ക് മുകളിൽ കിടക്കുന്ന മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത് പരിശോധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ദുരന്ത സമയങ്ങളിലൊക്കെ ഇറങ്ങുന്ന സേനാ അംഗങ്ങളെ അത്തരം ഒരു പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച ടീമിനെ മറ്റോ ഇറക്കി പരിശോധിച്ചാൽ അത്തരം അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ടീം വന്ന് പരിശോധിക്കാൻ സാധിക്കുമോ എന്ന് അറിയണം. ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടാകുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സേനാ അംഗങ്ങൾ അവർ ഈ ഇത്തരത്തിൽ ഈ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട അത്തരം ദുരന്തങ്ങളിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തി വലിയ പരിചയമില്ലാത്ത ടീമാണ് ഇപ്പോൾ ഇവിടെ ഈ കരസേനയുടെ ടീം എത്തിയിരിക്കുന്നതെന്നൊരു ആരോപണം, ഒരാക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. അത് എ.കെ.എം. അഷ്റഫ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് ഇത്തരം വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി മാത്രം ട്രെയിൻഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സൈന്യത്തിലെ പ്രത്യേക സംഘത്തെയൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും സംഘത്തിന് ഈ പുഴയിൽ ഇറങ്ങി ഈ മണ്ണ് പരിശോധിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത്, അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന മൺതിട്ടയുടെ അവിടെ നിന്ന് ആ റോഡരികിൽ ഉണ്ടായിരുന്ന ടാങ്കർ മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പുഴയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പുഴയിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം ഇന്നലെ സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, ഈ മണ്ണിനടിയിൽ ടാങ്കർ പെട്ടുപോയിട്ടുണ്ടോ എന്നാണ്. മറ്റൊന്ന്, ഇവിടെ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് താഴേക്ക് പോയാൽ ഇത് കടലിലേക്ക് ചെന്നെത്തും. പക്ഷേ അതിനുള്ള അങ്ങനെ 2 സാധ്യതകൾ, അതായത് ഒന്നെങ്കിൽ പുഴയിലൂടെ ഒഴിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ മണ്ണിന് അതിനടിയിൽ ഈ പറയുന്ന മൺകൂനക്കടിയിലോ മറ്റോ ലോറി കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയണം. എന്തായാലും പുഴയിലേക്ക് ടാങ്കർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇന്ന് കൃത്യമായി ഒരു വിവരം പുറം ലോകത്ത് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി അവിടെ ഉള്ളത് ഈ പറയുന്ന കെർവിൻ്റെ ഭാഗത്തുള്ള കുറച്ച് മണ്ണുകൂടി മാത്രമാണ് നീക്കാനുള്ളത്. ഏതാണ്ടൊരു 12 അടിയോളം ഉയരത്തിൽ ഈ മണ്ണ് അവിടെ ഉണ്ട്, മൺകൂനയുണ്ട്. അതും കൂടി എടുത്തു മാറ്റിയാൽ, അതുകൊണ്ട് അവിടുത്തെ ആ മൺകൂനയുടെ ആ ഭാഗം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ടാങ്കർ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാകും. ഒപ്പം ഈ റോഡിനരികിൽ കൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ അവിടെ JCBയുടെ കൈകൾ ഉപയോഗിച്ച് കുഴിച്ചു നോക്കിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന നടത്തിയാൽ അവിടെ ടാങ്കർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും. ആ സാധ്യത ഇന്ന് അത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. പക്ഷേ അടുത്ത മഴ വരുന്നു, വലിയ ശക്തമായ മഴ വീണ്ടും വരികയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിന് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇന്നലത്തെ അത്ര ഒരു ചടുലത ഇപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള റവന്യൂ മന്ത്രി അടക്കമുള്ള വലിയ മന്ത്രിമാരുടെ വലിയ സംഘമൊക്കെ ഇന്നലെ ഇവിടെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ആവേശം ഈ രക്ഷാപ്രവർത്തനത്തിലും ആ സ്ഥലത്തുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെത്തുമ്പോൾ അത്രമേൽ വലിയൊരു ആവേശം, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നതുപോലെ അത്ര വലിയ ഒരു ജാഗ്രത അല്ലെങ്കിൽ വേഗം ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം കൂടി നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും MK രാഘവൻ MP, അതുപോലെ A.K.M. അഷ്റഫ്, അതുപോലെ കാർവാർ MLA തുടങ്ങിയവരൊക്കെ ഈ സ്ഥലത്തുണ്ട്. അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ റോഡിനരികിൽ ലേക്ക് വീണ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് ഏകദേശം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സുനിൽ, എന്തായാലും സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് റവന്യൂ മന്ത്രിയും MK രാഘവൻ MPയും ഒക്കെ പറയുമ്പോഴും അസാധ്യമെന്ന് തോന്നിക്കുന്ന എന്നാൽ സംശയങ്ങളുള്ള ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനം നടത്താൻ ഇപ്പോഴത്തെ സേന ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിന് കഴിയുമെന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. അപ്പോഴും ഈ കരയിൽ റോഡരികിൽ മണ്ണ് കൂടിയ ഇടങ്ങളിൽ എവിടെ ആ ലോറി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരും. അവിടെ ഉണ്ടോ അതോ പുഴയിലേക്ക് പോയോ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് കൃത്യമായ ഉത്തരം സേന ഉൾപ്പെടെയുള്ള ദൗത്യസംഘം തരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് സുനിൽ ഐസക് പങ്കുവെക്കുന്നത്.